കായിക മേഖലയിൽ കഴിവ് തെളിയിച്ച് കൂട്ടായിയുടെ അഭിമാന താരങ്ങളെ അനുമോദിച്ച് കൂട്ടായി ജ്യോതി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. ക്ലബ്ബ് പരിസരത്ത് നടന്ന പരിപാടി പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ആസിഫ് ഉദ്ഘാടനം നിർവഹിച്ചു. കൂട്ടായി വാടിക്കൽ യുവജ്യോതി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് തീരദേശത്തിന്റെ അഭിമാനമായി മാറിയ കായിക താരങ്ങളെയും പരിശീലകരെയും ആദരിച്ചു. ഇന്ത്യൻ ക്യാമ്പിലേക്ക് തെരഞ്ഞെടുത്ത ISL കേരള ബ്ലാസ്റ്റേഴ്സ് താരം മുഹമ്മദ് ഷഹീഫ്, AFC കപ്പ് ഇന്ത്യൻ ബീച്ച് സ്കോർ ടീം അംഗം ഉമറുൽ മുക്താർ, അണ്ടർ-19 നാഷണൽ സ്കൂൾ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ കേരള ടീം അംഗം ഷഹനാദ് KP, ഗോലോ ഇന്ത്യൻ ബീച്ച് ഫുട്ബോളിൽ കിരീടം ചൂടിയ കേരള ടീം അംഗങ്ങളായ ബാസിദ് KP, അലി അക്ബർ, മുഹമ്മദ് ഉവൈസ്, നാഷണൽ അണ്ടർ-15 ഫുട്ബോൾ ജൂനിയർ ലീഗ് മത്സരത്തിൽ പങ്കെടുത്ത നബ്ഹാൻ, അണ്ടർ-19 കേരള സ്കൂൾ ഫുട്ബോൾ ചാമ്പ്യന്മാരായ മലപ്പുറം ടീം അംഗം റാഷിദ് KP, സാറ്റ് ഫുട്ബോൾ ടീം സഹപരിശീലകൻ ഹാരിസ് റഹ്മാൻ, കായികാധ്യാപകൻ അമീൻ മാസ്റ്റർ, പരിശീലകരായ ബർജീസ്, റഹൂഫ് എന്നിവരെയാണ് ആദരിച്ചത്. ഏറ്റവും അഭിമാനകരമായിട്ടുള്ള അഭിമാനകരമായ ഒരു രീതിയിലാണ് നമുക്കറിയാം. ഒരു 2 വർഷം നമ്മുടെ നാട്ടിലെ ആദരിക്കൽ ചടങ്ങ് പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ആസിഫ് ഉദ്ഘാടനം നിർവഹിച്ചു. മംഗലം ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് മെമ്പർ ഷബീബ് മാസ്റ്റർ ചടങ്ങിൽ മുഖ്യാതിഥിയായി. ക്ലബ്ബ് പ്രസിഡന്റ് ഷഫീഖ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ക്ലബ്ബ് സെക്രട്ടറി സാദിഖ് വാടിക്കൽ അധ്യക്ഷനായിരുന്നു. തുടർന്ന് താരങ്ങൾക്ക് ഉപഹാരം നൽകി. അലി അക്ബർ ചടങ്ങിന് നന്ദിയും പറഞ്ഞു. PTR ലൈവ് ന്യൂസ് കൂട്ടായി. കളിച്ചു വളർന്ന് വലിയ വിജയത്തിയ കായിക താരങ്ങളെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. അതിൽ സംഘടിപ്പിച്ച സംഘാടകരെ ആദ്യമായി അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ ഈ മഴയത്ത് ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന് പ്രിയപ്പെട്ട നാട്ടുകാരെയും എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെയും ഒക്കെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രദേശത്ത് നിന്ന് ഇപ്പോ ഇന്ത്യ ലെവലിൽ കളിക്കാരെ നമ്മുടെ പ്രദേശത്തെത്തി. അതായത് ആദ്യമായിട്ട് നമ്മുടെ ഷെരീഫ് നമ്മുടെ സന്തോഷ് ട്രോഫി കേരളത്തിന് നേടിക്കൊണ്ട് നമ്മുടെ നാടിന്റെ യശസ്വി ഉയർത്തിയ താരമാണ്. അതിനുശേഷം ഷെരീഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു സന്തോഷ് ട്രോഫി നേട്ടത്തോടു കൂടി ഒരുപാട് ലൈഫ് ചെയ്ത് ജീവിതം നന്നായിട്ട് മാറിയിട്ടുണ്ട് ലൈഫിന്റെ ഷെരീഫിന്റെ. അതായത് അന്ന് തന്നെ ഏകദേശം 10 ലക്ഷത്തിന്റെ അടുത്ത് ഫുട്ബോൾ കളിച്ചിട്ടാണ് ഷെരീഫിന് പ്രൈസ് മണി കിട്ടിയത്. കേരളത്തിന് ഗോൾ അടിച്ചതടക്കം. അതും ഒരു 18 വയസ്സുകാരനാണ് അത് കിട്ടിയത്, മനസ്സിലാക്കണം. അതിനുശേഷം അവന് കേരളത്തിലെ ഏറ്റവും ഇന്ത്യയിലെ തന്നെ ടോപ്പ് ക്ലബ്ബ് ISL ക്ലബ്ബ് ബ്ലാസ്റ്റേഴ്സിൽ അവനെ റാഞ്ചി. അതിനുശേഷം ഗോകുലം വെച്ചിട്ട് I ലീഗിൽ കളിച്ചു. അപ്പോൾ ഈ പ്രാവശ്യം ISL കണ്ടിന്യൂസ് ആയിട്ട് കളിക്കുന്നു. സുഹൃത്തുക്കൾ, പിന്നെ ഇവരോട് സംസാരിക്കാൻ പറഞ്ഞ നമ്മുടെ യുവജ്യോതി വാടിക്കൽ ക്ലബിനോട് ഞാൻ എന്റെ നന്ദി അറിയിക്കുന്നു. രണ്ടാമത് കൂട്ടായി നടന്ന സ്ഥലത്ത് 5-ാമത്തെ വർഷമാണ്, 5-ഓ 6-ഓ നമുക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് ഇവിടെ എന്നാലും നമ്മള് കുട്ടികളെ ഇന്റർനാഷണൽ പ്ലേയേഴ്സ് ഉണ്ട്, അതുപോലെ നാഷണൽ പ്ലേയേഴ്സ് മെഡൽ വന്നവരുണ്ട്. അപ്പോ ബഹുമാനപ്പെട്ടവർ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇതിപ്പോ മംഗലം പഞ്ചായത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പിള്ളേരെ ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പൂർണ്ണമായിട്ട് നമ്മളെ ഈ കായിക ക്ഷമത ഈ മുമ്പിൽ നമ്മളെ